ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിലെ സ്ട്രിങ്സ് ആണ്. ഓക്കെ, സ്ട്രിങ് ഇൻ പൈത്തൺ. ഓക്കെ, അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൈത്തൺ 3 രീതിയിൽ നമുക്ക് സ്ട്രിങ്ങിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അപ്പോൾ ഉദാഹരണത്തിൽ ഡി ഈക്വൽ ടു ഒരു വേരിയബിളിന്റെ അണ്ടറിൽ നമ്മൾ സിംഗിൾ കോട്ട് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, പൈത്തണിന്റെ സ്ട്രിങ്ങിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സിംഗിൾ are valid. ഓക്കെ, അതേപോലെ തന്നെ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഡബിൾ കോട്ട് ആർ ആൾസോ വാലിഡ്. ഡബിൾ കോട്ടിന്റെ അണ്ടറിലും ഓക്കെ. അപ്പോൾ ഇത് ഓൾറെഡി വാലിഡ് ആയിട്ട് ആണോ, ഇവിടെ ടിക്ക് മാർക്ക് വന്ന് അത് വാലിഡ് ആണ്. ഡബിൾ കോട്ടിലും വാലിഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ ട്രിപ്പിൾ കോട്ടും വാലിഡ് ആണ്. ട്രിപ്പിൾ കോട്ട് ആർ വാലിഡ്. ട്രിപ്പിൾ കോട്ടും പൈത്തണില് വാലിഡ് ആണ്. ഓക്കെ, അപ്പൊ ട്രിപ്പിൾ കോട്ട് എന്തിനാ ഇതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എടുത്തിട്ട് വ്യത്യസ്തമായ ലൈൻസിൽ ഞാൻ ഇത് ചെയ്താണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ട്രിപ്പിൾ കോട്ട് വ്യത്യസ്തമായ ലൈൻസിൽ എഴുതാണെങ്കിൽ ട്രിപ്പിൾ കോട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഇത് അൺടെർമിനേറ്റഡ് സ്ട്രിങ്ങിൽ ലിറ്ററലി ഡിക്റ്റേറ്റഡ് ലൈൻ ആണ്. ഇത് വാലിഡ് ആണെങ്കിൽ ഇവിടെ തന്നെ ടെർമിനേറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് രണ്ട് മൂന്ന് വരിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ കോട്ട് എഴുതിയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിനെ വാലിഡ് ആക്കണമെങ്കിൽ ഇവിടെ ട്രിപ്പിൾ കോട്ട് ആക്കിയാൽ മതി. അതാണ് ട്രിപ്പിൾ കോട്ടിന്റെ ഉദ്ദേശം. ഇനി നമ്മളിപ്പോ ഉദാഹരണത്തിൽ ഈക്വൽ ടു ഇങ്ങനെ നമ്മൾ എഴുതിയാൽ തന്നെയും ഈ പൈത്തണ് ഈ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് വാല്യൂസ് ആണ് എന്താണ് ഇന്റേണലി സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിന് എന്തറിയില്ല, നമ്മളെ ലാംഗ്വേജുകളൊന്നും അറിയില്ല. ഓൺലി അറിയുന്നത് 0101 എന്നുള്ള കോഡ്സ് മാത്രമേ അറിയൂ. അപ്പൊ ഈ അക്ഷരത്തെ അതിനെ യുണീക്ക് കോഡാക്കിയിട്ട് മാറ്റും. അപ്പൊ അതിന്റെ വാല്യൂ എന്നിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറയുന്ന സ്റ്റാൻഡേർഡ് കോഡിനാണ് ആസ്കി കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആസ്കി കോഡ്. ഈ ആസ്കി കോഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫോർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ള കോഡാണ് സാധാരണ ഇന്റർനാഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ ഓർഡ്, അപ്പോൾ ഓർഡ് എന്നെടുത്തിട്ട് ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് നമുക്ക് ഏത് അക്ഷരമാണോ വേണ്ടത്, മീൻസ് ആൽഫബറ്റ് ആണോ വേണ്ടത്, അതിന്റെ ഇടുക. ഇപ്പൊ എച്ചിന്റെ കറസ്പോണ്ട് ആസ്കി കോഡ് എത്രയാണെന്ന് അറിയണമെങ്കിൽ
ബ്രാക്കറ്റ് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിലോ സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിലോ നിങ്ങൾ എച്ച് എഴുതിയെടുത്താൽ 104. അപ്പോൾ ഈ 104 നമ്പറാണ് ഈ എച്ചിന് പകരം ഈ ഇന്റേണൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പൈത്തൺ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നീ വേറെ എന്തെങ്കിലും എൻ്റെ അറിയണമെങ്കിൽ ഔട്ട് ഓഫ് എന്നടിക്കുമ്പോൾ 97 എന്നുള്ള കോഡാണ് ഇന്റേണലി പ്രോസസ്സ് ചെയ്തിട്ട് അത് നമ്പർ ആക്കിയിട്ട് അതിനെ ഈ നമ്പറിനെ പിന്നെ കറസ്പോണ്ടിങ് ഈ ബൈനറി നമ്പർ ആക്കിയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാമുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇനി ഉദാഹരണത്തിന് ഇനിയിപ്പോൾ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ഇപ്പോൾ ഈ വാല്യൂ നമുക്കറിയാം 97. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്കറിയാമല്ലോ. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 97 തൊട്ട് അപ്പം നമുക്ക് നോക്കാം. CHR ഉണ്ടോ എ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആണ് എ. നമുക്ക് മനസ്സിലായില്ല? അപ്പോൾ ഇതേ ഇതിനാണ് ക്യാരക്ടർ. ഇപ്പം നമുക്ക് ഈ നമ്പർ അറിയെങ്കിൽ കറസ്പോണ്ടിങ് ക്യാരക്ടർ കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഓർഡർ സിംഗിൾ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിന് അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ 256 ക്യാരക്ടർ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ യൂണിക് കോഡ് അവർ കണ്ടുപിടിച്ചിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സ്ട്രിങ്ങിനെ ഫോർമാറ്റിംഗ് ഓഫ് സ്ട്രിങ്സ് ആണ്. ഓക്കെ, ഫോർമാറ്റിംഗ് സ്ട്രിങ് ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഉദാഹരണത്തിൽ L is equal to 10 for length. L means length. Okay, breadth എന്നുള്ള breadth B is equal to 7. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഈക്വൽ ടു L into V. ഓക്കെ, ഇത് വാലിഡ് ആണ്. ഇനി നമ്മൾ ഇതിനെ ഫോർമാറ്റ് ചെയ്യണം. എന്താണ് എഴുതുന്നത് വെച്ചാൽ പ്രിന്റ് ചെയ്തിട്ട് പ്രിന്റ് എഴുതിയിട്ട് നമ്മൾ ഫോർമാറ്റ് സ്ട്രിങ് എഴുതാണ് എഫ് നേടും. എന്നിട്ട് ഡബിൾ കോട്ട് ഓപ്പൺ ആക്കുക. ഏരിയ ഓഫ് റെക്ടാങ്കിൾ വിത്ത് ലെങ്ത്. ഇപ്പം ഈ ലെങ്ത്തിന് പകരം എനിക്ക് ലെങ്ത് പകരം ഈ ലെങ്ത് എത്രയാന്ന് ഇപ്പം എനിക്ക് അറിയില്ലെങ്കിൽ വേരിയബിൾ നെയിം ഞാൻ ഇവിടെ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ലെങ്ത് എങ്ങനെ കൊടുക്കേണ്ടത്? കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് L കൊടുക്കേണ്ടത്. കോമ ബ്രെഡ്ത്ത് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ B കൊടുത്തു. And area is കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഏരിയ എന്ന് കൊടുത്തു. എന്നിട്ട് ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി കിട്ടി? ഇവിടെ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ വിത്ത് ലെങ്ത് എന്നുള്ളിടത്ത് ഈ കറസ്പോണ്ട് എത്രയാണോ L ആ L ഇവിടെ വന്ന്. മനസ്സിലായില്ലേ? അതേപോലെ ബ്രെഡ്ത്ത് എന്നുള്ളത് ഇവിടെ നമ്മൾ സ്പേസ് ഇട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ്ത്ത് 7 ആൻഡ് ഏരിയ ഈസ് ഈക്വൽ ടു 17. ഈ രീതിയിൽ നമുക്ക് എന്താക്കാം? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും.
മനസ്സിലായില്ലേ? വെറും പ്രിന്റ് ഏരിയ ഇംഗ്ലീഷ് ഇട്ടിട്ട് നമുക്ക് എന്താക്കാം, ഏരിയ എന്ന് കൊടുക്കാം. സോറി, ഇത് ഈ ഡബിൾ കോട്ട് ഇപ്പുറം വരണേ. ഏരിയ കൊടുത്താൽ ഏരിയ A70 കിട്ടും. അപ്പൊ ഇതിനെ ഒരു ഫോർമാറ്റ് ചെയ്ത് കുറച്ചും കൂടി അട്രാക്റ്റീവ് രൂപത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ പ്രിന്റിന്റെ കൂടെ എഫ് എന്ന് കൊടുക്കുക. ഈ എഫ് സൂചിപ്പിക്കുന്നത് ഫോർമാറ്റഡ് സ്ട്രിംഗ് എന്നാണ്. അപ്പൊ ഈ എഫ് ഇട്ടിട്ട് പിന്നെ എവിടെയെല്ലാം നമ്മൾ കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് കറസ്പോണ്ടിങ് നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച മുന്നേ നമ്മൾ സേവ് ചെയ്ത് വെച്ച വാല്യൂസ്, വേരിയബിളിന്റെ വാല്യൂസ് അതിൽ മെൻഷൻ ചെയ്താൽ അതിന്റെ വാല്യൂ ഓട്ടോമാറ്റിക് ഇവിടെ റെപ്രസെന്റ് ചെയ്തോളും പ്രിന്റിന്റെ കൂടെ. ഇപ്പൊ ഇതിന്റെ ഉദാഹരണം ഇവിടെ ഇമ്പോർട്ടന്റ് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിന് പകരം നമ്മൾ ഇതിപ്പോ ഫിക്സഡ് ആണ്. ഇനി നമ്മൾ ഈ എല്ലിൽ സ്റ്റോർ ചെയ്യുന്ന സാധനം നമ്മൾ ഒരു കസ്റ്റമറിന് എടുക്കുന്നതാണ് എടുക്കുന്നത് നോക്കുക. ഉദാഹരണത്തിൽ ഇൻപുട്ട് ബ്രാക്കറ്റിൽ എൻ്റർ ഇൻഡിജർ. ഇത് ഇനി ഇവിടെ നമ്മള് ഒരു 13 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ ഇതാക്കിയാൽ ഇപ്പൊ ലെങ്ത് എന്തായി, ഓട്ടോമാറ്റിക് നമ്മൾ കസ്റ്റമർ എഴുതിയ ഇതാണ് ഇവിടെ വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇതിനെ 13 ഇനി വേറൊരു ഇതാണ് കൊടുക്കുന്നതെങ്കിൽ അത് വരും. വേറൊരു സംഖ്യ ആണെങ്കിൽ ഇപ്പൊ കാരണം ഇത് 45 അടിച്ച് അപ്പൊ അത് റൺ ചെയ്ത് പിന്നെ ഇത് റൺ ചെയ്താൽ 45. ഇത് രണ്ടും ഒരേ ഇതിലേക്ക് ആക്കിയാലോ, ഒറ്റ ഇതിലേക്ക് തന്നെ ആക്കിയാലോ ഇപ്പോൾ 56 കൊടുത്താൽ കണ്ടോ, എൻ്റർ ആൻ ഇൻഡിജർ 56, ഏരിയ ഓഫ് റെക്ടാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് 56, ബ്രെഡ്ത്ത് 7, ഏരിയ. അപ്പൊ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഇത്ര പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് ഫോർമാറ്റ് ചെയ്തിട്ട് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താക്കണം, എഫ് എന്ന് കൊടുത്തിട്ട് അതിന് ശേഷം ഡബിൾ കോട്ട് കൊടുക്കുക. എന്നിട്ട് ഏതാണോ ഫോർമാറ്റ് ചെയ്യുന്ന സാധനം അത് കേളി ബ്രാക്കറ്റിനുള്ളിൽ അതിന്റെ വേരിയബിൾ നെയിം വെച്ചിട്ട് മെൻഷൻ ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ ഫോർമാറ്റ്. ഇനിയിപ്പോ ഉദാഹരണത്തിന് ഇനി നമുക്ക് നെക്സ്റ്റ് സ്ട്രിങ്ങിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ, ഇപ്പൊ 2 സ്ട്രിങ്, ഉദാഹരണത്തിന് ഫസ്റ്റ് നെയിം ടു ഭൂനി എന്ന് കൊടുക്കുക. സെക്കൻഡ് നെയിം, സോറി ഇവിടെ ഹൈഫൺ ആണ് ഇടേണ്ടത്. സെക്കൻഡ് നെയിം അനലിറ്റിക്സ്. ഓക്കെ, നമുക്ക് ഫുൾ നെയിം is equal to നമുക്ക് എന്താ കൊടുത്താൽ മതി, ഫസ്റ്റ് നെയിം പ്ലസ് ഫസ്റ്റ് നെയിം ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ ഇപ്പൊ ആദ്യം വെറും പ്ലസ് ഇട്ടിട്ട് നമ്മൾ സെക്കൻഡ് നെയിം കൊടുത്താൽ ആദ്യം എങ്ങനെ വരും നോക്കാം. ഓക്കെ, ഞാൻ ഉദാഹരണത്തിന് ഇത് റൺ ചെയ്ത് ഇനി ആ ഫുൾ നെയിം ഒന്നും കൂടി പ്രിന്റ് ചെയ്താൽ
ബൂലിയൻ അനലിറ്റിക്സ് വന്ന്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ബൂലിയൻ അനലിറ്റിക്സിന്റെ അവിടെ ഒരു സ്പേസ് വേണ്ടിയിരുന്നു. അപ്പൊ അത് ഇവിടെ വന്നിട്ടില്ല. അതിനെ വെരിഫിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്ലസിന് ശേഷം ഒരു ഡബിൾ കോട്ടിന്റെ ഉള്ളിൽ ഒരു സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് വീണ്ടും ഒരു പ്ലസ് ഇട്ടിട്ട് കൊടുക്കാം. ഇനി അതിനെ ബൂലിയൻ അനലിറ്റിക്സ് കിട്ടി. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ സ്ട്രിങ്ങുകളെ നമുക്ക് എന്താക്കാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അതിനെയാണ് സ്ട്രിങ് കൺകാറ്റിനേറ്റിംഗ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺകാറ്റിനേറ്റിംഗ് സ്ട്രിങ്. ഓക്കെ, ഇതിനാണ് പറയുന്നത്. അപ്പൊ ഇതേ സംഭവം തന്നെ നമുക്ക് ഫോർമാറ്റഡ് സ്ട്രിങ് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ്. full name equal to ഫോർമാറ്റ് നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് നെയിം സ്പേസ് ഇട്ടിട്ട് സെക്കൻഡ് നെയിം നമ്മൾ കൊടുത്തു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഫുൾ നെയിം എടുക്കാം. അപ്പൊ ഫുൾ നെയിം കൊടുത്താൽ കിട്ടും. ഫസ്റ്റ് നെയിം ആണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, ഫുൾ നെയിം കൊടുക്കും. ഫുൾ നെയിം കിട്ടും. ഈ രീതിയിൽ നമുക്ക് എന്താക്കാം, സ്ട്രിങ്ങിനെ യോജിപ്പിച്ചിട്ട് എഴുതാം. ഫോർമാറ്റ് സ്ട്രിങ് മുഖേന എഴുതാം, പിന്നെ പ്ലസ് കൊടുത്തിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സ്ട്രിങ് കോൺകാറ്റിനേഷൻ നമ്മൾ നോക്കുന്നത്. ഇനിയിപ്പോ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലോ, ആഡ് അല്ലേ ചെയ്ത്, ഈ സ്ട്രിങ്ങിനെ ഇപ്പം പൈത്തൺ into 5 ചെയ്താൽ 5 പ്രാവശ്യം പൈത്തൺ നമുക്ക് കിട്ടും. ഓക്കെ, പൈത്തൺ അടുപ്പിച്ചടുപ്പിച്ച് വന്നു. ഇനി നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യേണ്ടത് വെച്ചാൽ പ്രിന്റ് ഇതിന് നമുക്കൊരു 80 പ്രാവശ്യം വരണം. അതൊക്കെ അപ്പൊ നമുക്ക് into 18 കൊടുത്താൽ മതി. കേട്ടോ, 80 പ്രാവശ്യം. ഇപ്പൊ ഒരു പൈത്തണില് നമുക്ക് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ട്രിങ്ങിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഈക്വൽ ടു this is a string containing multiple words. ഓക്കെ, അപ്പൊ ഈ സ്ട്രിങ്ങിനെ നമുക്ക് എന്താക്കണം, ഈ ഓരോ സ്പേസ് വന്നിടത്ത് വെച്ചിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടണം. അതിന് നമുക്ക് എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ സ്പ്ലിറ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഇട്ടാൽ ഓരോ സ്പേസിൽ സ്പ്ലിറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് എന്ത് വെച്ചിട്ടും സ്പ്ലിറ്റ് ചെയ്യാം. അതിന് എന്താന്ന് വെച്ചാൽ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമുക്കൊരു ഡെലിമീറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പൊ ഇവിടെ സ്പേസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്പേസ് ഉള്ളിടത്തെല്ലാം സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഉണ്ടോ,
ഈ ദിസ് ഇവിടെ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ആണ് ഇവിടെ വരുന്നത്. ആ സ്പേസ് വന്നപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് അപ്പോൾ ഒരു സെപ്പറേറ്റ് സ്ട്രിങ് ആയിട്ട് കിട്ടി. പിന്നെ ഈസ് എന്നുള്ളത് ഇവിടെ ഐ ആയി പോയതാണ്. ഓക്കെ, ഈസ് എന്നത് കഴിഞ്ഞിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ പക്ഷെ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. സ്ട്രിങ് കണ്ടെയ്ൻ വേണ്ടു സെയിം സംഭവം തന്നെയാണ് എയിൽ കിട്ടിയത്. പക്ഷെ എയുടെ സ്പ്ലിറ്റിൽ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഒറിജിനൽ എക്ക് ചേഞ്ച് ചെയ്തിരുന്നില്ല. ഒള്ളി ചേഞ്ച് വരുന്നത് എന്ന് മാത്രമാണ്. അതിന്റെ ഒരു കോപ്പി ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിലൊരു സ്പ്ലിറ്റ് നമ്മൾ വീണ്ടും ഇവിടെ സ്പ്ലിറ്റ് കഴിഞ്ഞിട്ട് വേണം എടുത്താലും തന്നെ അതിന്റെ കോപ്പിക്ക് മാത്രമേ സ്പ്ലിറ്റ് വന്നിട്ടുള്ളൂ. ഇനി ഇത് തന്നെ ഇപ്പൊ ഇതില് നമ്മൾ ഏട്ടോട്ട് സ്പ്ലിറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതിയത്. പിന്നെ ഈ ഒറ്റ വേർഡ്സിൽ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ഉദാഹരണത്തിന് ഇങ്ങനെ കൊടുത്തതിന് ശേഷം സ്പ്ലിറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഡബിൾ കോട്ടിന്റെ ഉള്ളിൽ ഡെലിമിറ്റർ കൊടുത്താൽ മതി. കോമട്ടിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഒറ്റ മിനിറ്റ്. സ്പേസ് ഇടുക. പിന്നെ എ വേണമെന്നില്ല, ഇത് എ മാത്രമേ വയ്ക്കും. വേണ്ട, ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എന്നിടുമ്പോൾ വീണ്ടും എ സെപ്പറേറ്റ് വരുമ്പോൾ എ ഡോട്ട് സ്പ്ലിറ്റ് എന്നുള്ള വേരിയബിൾ എൻ്ററിലായി വരുമ്പോൾ എ ഡോട്ട് സ്പ്ലിറ്റ് നടക്കുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിന് പകരം നമ്മളൊരു കോമ ഉപയോഗിച്ച് നോക്കുക. ഒരു ഇൻഡു യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ അത് സ്പ്ലിറ്റ് ആയിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൽ ഈ ഇൻഡു എന്നുള്ള സംഭവം ഇതിലൂടെയും വന്നിട്ടില്ല. ഏതാണോ നമ്മൾ കൊടുക്കുന്ന ആ വേർഡ്, ആ ഡെലിമിറ്ററിനുള്ള എന്താണോ കൊടുക്കുന്നത് അത് ഉണ്ടെങ്കിൽ അതിന്റെ അവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മള് ഇപ്പൊ ഇനി ഒരു സ്പ്ലിറ്റ് ഇത് എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാല് ഇപ്പൊ എ എന്നുള്ളത് ദിസ് ഈസ് ഓരോന്നും സിംഗിൾ എന്താണ് സിംഗിൾ വേർഡ് ആയിട്ട് നമുക്ക് സ്ട്രിങ് ആയിട്ട് കിട്ടിയിന്. ഇനി ഇതെല്ലാം ഒറ്റ സ്ട്രിങ് ആയിട്ട് കിട്ടണം. അതിന് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എ ഡോട്ട് ജോയിൻ. ഓക്കെ, എങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കണ്ടേ? അത് ഡെലിമിറ്ററിന്റെ ഉള്ളിൽ എഴുതാം. സ്പേസ് ഇട്ടിട്ട് ജോയിൻ ചെയ്യണം. സോറി, ലിസ്റ്റ് ഒബ്ജക്റ്റ് നോട്ട് ഇവിടെ ജോയിൻ. സോറി, ഇതിന്റെ ആട്രിബ്യൂട്ട് നേരെ തിരിച്ച് എഴുതണ്ടേ. ജോയിൻ ആദ്യം നമ്മൾ ഡെലിമിറ്റർ നേരത്തെ സ്പ്ലിറ്റ് ഡെലിമിറ്റർ എഴുതി. ഇനി നമുക്ക് ആദ്യം സ്പേസ് ഇടുക, ഡെലിമിറ്റർ ആദ്യം എഴുതാം, ദെൻ ഡോട്ട് ജോയിൻ കൊടുക്കുക. ഓക്കെ, ജോയിൻ. പിന്നെ ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് സ്ട്രിങ് ആണോ, ഏത് വേരിയബിൾ ആണോ നമ്മൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വേരിയബിൾ നെയിം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ എ എന്നുള്ളത് ദിസ് ഈസ് സ്ട്രിങ് എന്നുള്ള ഡിഫറെന്റ് നമ്പർ ഓഫ് സ്ട്രിങ്സ് ആയിരുന്നു. അപ്പൊ അതിനെല്ലാം ജോയിൻ ചെയ്ത് ഒറ്റ സ്ട്രിങ് ആയിട്ട് മാറി. ദിസ് ഈസ് സ്ട്രിങ് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ വേർഡ്സ്. അപ്പൊ ജോയിൻ ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ജോയിൻസിൽ നമുക്ക് എന്താക്കാൻ പറ്റും? ഡെലിമീറ്റർ മാറ്റി കൊടുത്തിട്ട് ജോയിൻ ചെയ്തു കേട്ടോ. അപ്പൊ സ്പേസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ജോയിൻ ചെയ്തത്. എന്നാലും ഒന്നും കൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സിംഗിൾ മൾട്ടിപ്പിൾ സ്ട്രിങ്ങിനാണ്. അപ്പൊ ഈ ഏനെ നമുക്ക് എന്താക്കണം? ഈ സ്പേസിന് പകരം 2 ഇൻറ്റു വരണം.
ഓക്കെ, ദിസ് കഴിഞ്ഞിട്ട് 2 ഇൻറ്റു എല്ലാ സ്പേസ് എല്ലാ സ്ട്രിങ്ങിൻ്റെ ഇടയിൽ ഇൻറ്റു വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കിയാൽ മതി, കോട്ട് ഇടുക, അതിൻ്റെ ഉള്ളിൽ 2 ഇൻറ്റു കൊടുക്കുക, ദെൻ ഡോട്ട് ജോയിൻ ഏതാണോ നമ്മളെ സ്ട്രിങ്ങിൻ്റെ വേരിയബിൾ അത് കൊടുക്കുക. ഇവിടെ അല്ലേ വേണ്ട, ദിസ് 2 ഇൻറ്റു വന്നു, ദെൻ വീണ്ടും ഈസ് അങ്ങനെ ജോയിൻ ചെയ്ത് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇനി പുതിയൊരു വേരിയബിൾ എടുക്കണം. ബി പി ഈക്വൽ ടു ഞാൻ എന്താക്കാണ്, ദിസ് ഈസ് സ്ട്രിംഗ് കണ്ടെയ്നർ മൾട്ടിപ്പിൾ വേർഡ് വിച്ച് ഈസ് സ്കൂൾ ഉണ്ടോ. അപ്പോൾ ഇതിൽ ഇനി ഞാൻ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് സ്ട്രിങ്ങിൽ ഇതിൽ ഉദാഹരണത്തിൽ ഇതിൽ ദിസ് ഈസ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഫൈൻഡ് ബി ഡോട്ട് ഫൈൻഡ്. ഓക്കെ, പിന്നെ എന്താണ് കണ്ടത്, ഈ എന്താണോ ഏത് വേർഡ്സ് ആണോ അല്ലെങ്കിൽ ഏത് അക്ഷരമാണോ ആൽഫബറ്റ് ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഡബിൾ കോട്ടിൽ കൊണ്ടു കൊടുക്കുക. ഇപ്പൊ എനിക്ക് ഇവിടെ വേണ്ടി ഈസ്റ്റ് എത്ര ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് പറ്റിയേ, ഇൻഡപ്ഷൻ ബി റൺ ആയിട്ട് ഓക്കെ, ബി റൺ ആയിട്ടില്ല. ഓക്കെ, ബി ഡോട്ട് ഫൈൻഡ് ഏതാണോ വേണ്ടത് ഈസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ 2 പ്രാവശ്യം ഈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഈസ് സോറി അങ്ങനല്ല, ഇതിൽ ഫൈൻഡ് ഈസിന്റെ ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാനാണ് ഇത്. എത്ര പ്രാവശ്യം വന്നതെന്നല്ല, അതിന് കൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോറി, ഒന്ന് തിരുത്തണം. ഇതിൽ എന്താന്ന് വെച്ചാൽ ഫൈൻഡ് ഈസിന്റെ ഈസ് ഫസ്റ്റ് വന്ന ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് തരും. അപ്പൊ ഉദാഹരണത്തിൽ ഇവിടെ ദിസ് ഈസ് ഇതിവിടെ ഈസ് എന്നല്ലേ വന്നേ കണ്ടോ. അപ്പൊ ഇതിൽ 0 1 2, അപ്പൊ ഈസിന്റെ ഫസ്റ്റ് ഇൻഡെക്സ് നമ്പർ ഈസ് വരുന്നത് 2ലാണ്. ഓക്കെ, ഇനി നമ്പർ ഈസ് എത്ര പ്രാവശ്യം വന്നു കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബി ഡോട്ട് കൗണ്ട്. എന്താണ് നമുക്ക് വേണ്ടത് അത് കൗണ്ട് ചെയ്യാം. ഓക്കെ, 3 പ്രാവശ്യം ഈസ് വന്നു, ഇവിടെ ഒരു ഈസ് വന്നു, രണ്ടാമത്തെ ഈസ് ഇവിടെ വന്നു, മൂന്നാമത്തെ ഈസ് 3 പ്രാവശ്യം ഈസ് വന്നു. ദെൻ നമുക്ക് ഒരു ഈസിന് പകരം നമുക്ക് വാസ് കൊടുക്കുന്നുണ്ട്. റീപ്ലേസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്താണോ റീപ്ലേസ് ചെയ്യേണ്ടത് അവസാനം ഇതാ ബി ഡോട്ട് റീപ്ലേസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്താണോ ആ റീപ്ലേസ് ചെയ്യേണ്ടത് അത് ആദ്യം കൊടുക്കുക, ദെൻ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ കോമ ഇട്ടിട്ട് വീണ്ടും ഡബിൾ കോട്ട് ഇട്ടിട്ട് വാസ് കൊടുക്കുക. ഓക്കെ, ഈസിനെ നമുക്ക് വാസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഇവിടെ ദിസ് ഈസ് ഏത് ഡ്രാമാറ്റിക്കലി ശരിയാണോ എന്ന് ഇപ്പൊ ഇതിനറിയില്ലല്ലോ. ഈസ് എവിടെ വന്നോ അത് റീപ്ലേസ് ചെയ്യും, മനസ്സിലായില്ലേ. അപ്പൊ ഇവിടെ ദിസ് ഈസ് എന്നുള്ളിടത്ത് ഈസിന് പകരം അവിടെ വാസായിട്ട് വന്നു, IS എന്ന് വന്നതിന് എല്ലാം വാസായിട്ട് വന്നു, പിന്നെ രണ്ടാമത്തത് വാസ് കൂടെ വന്നു, മൂന്നാമത്തത് വാസ് കൂടെ വന്നു. ഓക്കെ, ഇനി
ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ സ്ട്രിങ്ങിൻ്റെ അവസാനത്തെ എന്തെന്ന് പറഞ്ഞാൽ പാലിൻഡ്രോം ചെക്ക് ചെയ്യണം. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണം ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും അവിടുന്ന് ഇങ്ങോട്ട് വായിച്ചാലും സെയിം കിട്ടുന്നതാണ് പാലിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, പാലിൻഡ്രോം ഉദാഹരണത്തിൽ മലയാളം പാലിൻഡ്രോം. അപ്പോൾ അത് പാലിൻഡ്രോം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ചെക്ക് പാലിൻഡ്രോം എന്നുള്ള ഫംഗ്ഷൻ നെയിം എന്താക്കുന്നത്? ചെക്ക് പാലിൻഡ്രോം. ചെക്ക് അണ്ടർസ്കോർ പാലിൻഡ്രോം. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഞാൻ കൊടുക്കുന്ന ആർഗ്യുമെന്റ് എക്സ് എന്നുള്ള ആർഗ്യുമെന്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഇഫ് എക്സ് ഈക്വൽ എക്സ് ഓഫ് സ്ട്രിങ് ഈ ലിസ്റ്റിന്റെ സ്റ്റാർട്ടിങ് എൻഡിങ് പിന്നെ -1 മൊത്തം സ്റ്റാർട്ട് -1 മുതൽ ഇങ്ങോട്ട് അത് ഈക്വൽ ആണെങ്കിൽ എന്താക്കണം? ട്രൂ കൊടുക്കണം. ഓക്കെ, എങ്കിൽ റിട്ടേൺ ട്രൂ. അല്ലെങ്കിലോ else return false. ഇതിന്റെ ഇൻഡെക്സ് തെറ്റിക്കൊണ്ടാണ് അതുപോലെ. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻ അവിടെ റൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഇതിൽ പാരാമീറ്റർ എങ്ങനെ റൺ ചെയ്യിക്കില്ല, നമ്മൾ ഫംഗ്ഷനിൽ പഠിച്ചതാണ്. പാരാമീറ്റർ നെയിം കൊടുക്കുക, ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കുക, ദെൻ പാരാമീറ്റർ എന്താണോ അതുകൂടെ കൊടുക്കുക. ഉദാഹരണത്തിന് മലയാളം പാലിൻഡ്രോം ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു എ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഫാൾസ് വന്നത്. ട്രൂ കണ്ടില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൽ മലയാളം ഇത് ഇങ്ങനെ ഫുള്ള് സ്മാൾ ലെറ്റർ ആയതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ലെറ്റർ ക്യാപിറ്റൽ കൊടുത്താൽ എന്തായി? ഫാൾസ് വന്നു. കാരണം പൈത്തണില് സ്മാളും ക്യാപിറ്റലും ഡിഫറെൻ്റ് ആയിട്ടാണ് വരല്. അപ്പോൾ എന്നാൽ ആക്ച്വലി മലയാളം എന്നുള്ളത് പാലിൻഡ്രോം ആണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ ഒന്നൊരു മോഡിഫൈ ചെയ്യാം. ഈ ഫംഗ്ഷനാണ് എക്സ് ഈക്വൽ ടു എക്സ് ഡോട്ട് ലോവർ എന്നാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ട്രൂ ആയി. അപ്പോൾ ആദ്യം ഇവിടെ ഈ ഫംഗ്ഷനിൽ ഈ എസ് എന്നുള്ള ആർഗ്യുമെന്റിന് ആദ്യം ഇവിടെ എസ് ലോവർ എന്നുള്ള ഇത് റൺ ചെയ്യും. അപ്പോൾ ഇതിനെ ലോവർ ആക്കി എന്താണെങ്കിലും ക്യാപിറ്റൽ എന്ത് മിക്സ് ചെയ്ത് വന്നാലൊക്കെ അത് ലോവർ ആക്കും. എന്നിട്ട് ഈ എഫ് സ്റ്റേറ്റ്മെന്റ് റൺ ചെയ്യും. അപ്പോൾ സെയിം ആണെങ്കിൽ ലോവറിൽ പോലെ ആയിരിക്കും. ഇത് ലോവർ ഉള്ളതിനെ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതേപോലെ ലോവർ ആണെങ്കിൽ ലോവർ ആയതിനു ശേഷം അത് അതിന്റെ പാലിൻഡ്രോം ആണോ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ട്രൂ കിട്ടും, ഫാൾസ് ആണോ ഫാൾസ് കിട്ടും. ഇനിയിപ്പോൾ ഉദാഹരണത്തിൽ ഇവിടെ ക്യാപിറ്റൽ എം സെൻറ്ററിൽ ഞാൻ വൈയും ക്യാപിറ്റലായി, എന്നാലും ഇത് ട്രൂ ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്ട്രിങ്സിൽ പറയാനുള്ളത്. വീഡിയോ കുറച്ച് ഒരു 30 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഒരു 5 മിനിറ്റ് കൂടുതലുണ്ട്. ഏതായാലും അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.